ക്രിസ്മസിൻ്റെ കുറച്ച് ദിവസം മുമ്പാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. ക്രിസ്മസ് ആശംസ പറയുമ്പോൾ അതിൻ്റെ ഒപ്പം ക്രിസ്മസിൻ്റെ സന്ദേശം ഒരിക്കലും മറക്കാതെ, നമ്മളെല്ലാവർക്കും അറിയാം, ഈ നാടിൽ ഒരു മഹാവ്യക്തി അവരുടെ കുട്ടിയുടെ പ്രസവത്തിന് വേണ്ടി വല്ലതും ചെയ്യുകയാണെങ്കിൽ, അഥവാ അവർ സ്വന്തം നഗരത്തിലല്ല വേറൊരു ഭാഗത്തിലാണ് ഭാര്യ പ്രസവിക്കാൻ പോകണമെങ്കിൽ, നമ്മൾക്കറിയാം എന്ത് വിധത്തിൻ്റെ സൗകര്യങ്ങൾ അദ്ദേഹം ഏർപ്പാടിക്കും. എത്ര നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിച്ചിട്ട് വലിയ ലക്ഷറി ഹോസ്പിറ്റലല്ലേ അഡ്മിഷൻ എടുക്കുക. പക്ഷെ ദൈവത്തിന് മകനെ ഈ ലോകത്തിൽ ജനിക്കാൻ ആഗ്രഹിച്ചത് എവിടെയായിരുന്നു? ഒരു 5 സ്റ്റാർ ഫെസിലിറ്റിയിലായിരുന്നില്ലല്ലോ. ഓരോരോ സ്ഥലത്ത് ഓടി നടന്ന് സ്ഥലം കിട്ടാതെ അവസാനത്തിൽ മൃഗങ്ങൾ താമസിക്കുന്ന കന്യകാരികളുടെ ഒരു മേഞ്ചറിലാണ് ദൈവത്തിൻ്റെ മകൻ ജനിച്ചത്. ആ ജന്മത്തിൽ തന്നെ ഒരു സന്ദേശമുണ്ടല്ലോ. എന്താ ആ സന്ദേശം? ഒന്നുമില്ലാത്തവരുടെ പോലെ നമ്മളുടെ ഹൃദയം നിൽക്കേണ്ട ഈ കാലത്തിൽ സമാധാനത്തിൻ്റെ ഒരു സീസണായിട്ടാണ് എല്ലാവരും സംസാരിക്കുക. നമ്മൾ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കും, പക്ഷെ 3-4 പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ ഇപ്പോൾ കൂടി നടന്നുകൊണ്ടിരിക്കേണ്ട ഈ ലോകത്തിൽ. സ്നേഹത്തിന് ഒരു സീസ് ഫയർ ആവശ്യമില്ല. മനുഷ്യസ്നേഹം നമ്മളെല്ലാവരെയും ഹൃദയത്തിൻ്റെ അകത്തുണ്ട്. നമ്മളെല്ലാവർക്കും അത് കൊടുക്കാനും നീട്ടാൻ സാധിക്കും. ഇപ്പോൾ ഇന്ന് നമ്മളുടെ പുതിയ കാർഡിനെ ആഘോഷിക്കുന്ന ദിനത്തിൻ്റെ ഈ കാലത്തിൽ നമ്മളെല്ലാവരും അദ്ദേഹം ചെയ്ത സേവനത്തിന് ഇന്ന് നമ്മൾ ആദരിച്ചിട്ട്, അതിൻ്റെ ഒപ്പം അദ്ദേഹം നമ്മളെല്ലാവരും പഠിപ്പിക്കുന്ന സന്ദേശത്തിനെ മറക്കാതെ ഈ ക്രിസ്മസ് ദിനം സ്നേഹത്തിലും സമാധാനത്തിലും ഒരുമിച്ച് നമ്മൾ ഇരിക്കട്ടെ. നമ്മുടെ നാട്ടിലും നമ്മുടെ കേരളത്തിലും നമ്മുടെ ഭാരതത്തിലും ഈ ലോകത്തിലും ആണ് എൻ്റെ പ്രാർത്ഥന.